Hello everyone, welcome to XandY Learning. Olympiad examകൾക്കും വേണ്ടി മിഷൻ ഒളിമ്പ്യാഡ് എന്നുള്ള പേരിൽ XandY ഓൾറെഡി ചില പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നമുക്കറിയാം ഒളിമ്പ്യാഡ് എക്സാം, സയൻസ് ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ് പോലെയുള്ള വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും മാത്സിൻ്റെയും അതേപോലെ ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ പിന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒളിമ്പ്യാഡ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ചില സ്പെഷ്യൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒരു സാധാരണ എക്സാം പോലെ ആവൂല, കോമ്പറ്റീഷൻ എക്സാം ആണ്, 4 ഓപ്ഷൻ ഉണ്ടാകും. പക്ഷെ ആ ചോദ്യം ഒരിക്കലും വളരെ ഈസി ആവൂല. നന്നായിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്ക്, കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തവർക്കാണ് അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക, ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ പൂർണ്ണമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അതെന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us start. അപ്പോൾ നോക്കിയേ, ഒരു കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണിത് 10ാം ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഗിവൺ റിയാക്ഷൻ ആർ നോട്ട് കറക്റ്റ്? അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. Fe2O3 പ്ലസ് കാർബൺ മോണോക്സൈഡുമായി റിയാക്ട് ചെയ്തപ്പോൾ Fe പ്ലസ് 3CO2. ഇത് നമ്മൾ അയേണിൻ്റെ എക്സ്ട്രാക്ഷനിൽ നടത്തിയ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. Fe2O3 ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു Fe. Fe2O3 ഈസ് ആക്ടിംഗ് ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ആക്ടിംഗ് ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടു CO2. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എങ്ങനെയാണ് ഓക്സിഡൈസ്ഡും റെഡ്യൂസ്ഡ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം. ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയണം. അപ്പൊ ഇവിടെ Fe ആണ്, Feയുടേത് +3 ആയിരിക്കും, കാരണം ആ 3 ആണ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ഓക്സിജന്റേത് നമുക്കറിയാം -2 ആണ്. കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ -2 ആണ്, കാർബൺ സാധാരണഗതിയിൽ +4 ആണ് കാണിക്കുക. പക്ഷേ കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ +2 മാത്രമേ കാർബൺ കാണിക്കുകയുള്ളൂ. അതൊരു എക്സെപ്ഷൻ കേസാണ്. ഇനി Fe ഫ്രീ സ്റ്റേറ്റിലായതുകൊണ്ട് 0 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൽ നമുക്കറിയാം ഓക്സിജൻ -2 ആണ്, കാർബൺ സാധാരണ പോലെ +4 ആണ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, Fe എന്ത് ചെയ്തിരിക്കുന്നു അല്ലേ, Fe 0 ആയി മാറി, അഥവാ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. +3 ഉള്ളത് 0 ആയി. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, റിഡക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ Fe2O3 ആണെന്ത് ഇത് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കാർബൺ മോണോക്സൈഡിൽ നമുക്ക് നോക്കിയേ, കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ രൂപത്തിൽ +2 എന്നുള്ളത് +4 ആയി മാറിയിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നോക്കിയേ, റിഡക്ഷൻ നടന്നത് Fe2O3, അതിനെ ഹെൽപ്പ് ചെയ്തത് ആരാ മക്കളെ, കാർബൺ മോണോക്സൈഡ് ആണ്. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്ത ആളെ നമുക്ക് എന്ത് വിളിക്കാം, റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അതിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, Fe2O3 ആണ്. ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആളെ നമുക്ക് എന്ത് വിളിക്കാം, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, Fe2O3 ആണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഇനി നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പിന്നെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, Fe2O3 is getting oxidized to Fe അല്ലെ. Fe2O3 എന്തായിട്ടുണ്ട്, ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ട്. ഓക്സിഡൈസ് ആണോ Fe2O3 സംഭവിച്ചത്, അല്ല, റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. രണ്ടാമത് നോക്കിയേ, Fe2O3 is acting as a reducing agent. Fe2O3 ആണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തത്, ആണോ, അല്ല. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ രണ്ടാമത്തും എന്താണ്, തെറ്റാണ്. ഇനി കാർബൺ മോണോക്സൈഡ് ഈസ് ആക്ടിങ് ആസ് റെഡ്യൂസിങ് ഏജന്റ്, അത് കറക്റ്റ് ആണ് അല്ലെ. കാർബൺ മോണോക്സൈഡ് ആണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ളത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, കാർബൺ മോണോക്സൈഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ടു CO2.
സംഭവിച്ചു അല്ലേ? കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ആയിട്ടാണ് സംഭവിച്ചത്? അല്ല, കാർബൺ മോണോക്സൈഡിന് ഓക്സിഡേഷൻ ആണ് മക്കളെ സംഭവിച്ചത്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അപ്പൊ 1ഉം 2ഉം 4ഉം വരുന്നത് ആരാടാ? ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഈ 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൃത്യമായി അറിയുന്നവർക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇതാ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്താൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. എങ്കിൽ ഈ പറഞ്ഞവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യം ചെയ്ത ചോദ്യത്തിന്റെ അതേ മെത്തേഡുകൾ ഉപയോഗിച്ച് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്